വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം ബോഡി വൈബ്രേഷനാണ് ഉള്ളത്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഹെവി ആയിട്ട് ബോഡി വൈബ്രേഷൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളൊരു 40-50 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഡാഷ്ബോർഡിൽ നിന്നും അതുപോലെ തന്നെ ബോഡി സൈഡിൽ നിന്നും നല്ലൊരു വൈബ്രേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല പുള്ളിങ്ങിനും ചെറിയൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് ഗ്യാസ് ഫിൽറ്റർ മാറണം എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അത് ഇൻ്റർകൂളറുള്ള വണ്ടികൾക്ക് നമുക്ക് ഇവിടെ വരും, അല്ലാത്ത വണ്ടികൾക്ക് നമുക്ക് ഇവിടെ മാനിഫോൾഡ് തൊട്ടായിട്ട് ബാക്കിലായിട്ട് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അത് നോക്കിയാൽ മതി. അത് എല്ലാ സർവീസിലും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20,000-30,000 കിലോമീറ്റർ വരുമ്പോൾ ഇതൊരെണ്ണം മാറ്റി വിടണം. ഇത് ഒരു 1,500-1,600 രൂപ ആ റേഞ്ച് റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ ഇത് മാറ്റി കഴിഞ്ഞാലുള്ള പെർഫോമൻസ് നമുക്ക് വേറെ അറിയും. അപ്പോൾ ഇൻ്റർകൂളറുള്ള വണ്ടിക്കും മറ്റുള്ള വണ്ടികൾക്കും നമുക്ക് ചെറിയൊരു വ്യത്യാസം വരും. ഫിൽറ്റർ ഇതിൻ്റെ ലെഗ് മുകളിലത്തെയും താഴത്തെയും ലെഗ് ഓപ്പോസിറ്റ് ആയിരിക്കും, ചിലതിൽ സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അഥവാ നമുക്ക് മാറ്റിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, ഈ ഒരു ട്യൂബ് മാത്രം നമുക്ക് മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ മറ്റേ ഓവർഫ്ലോ പൈപ്പ്, ഡീസലിൻ്റെ ഓവർഫ്ലോ പൈപ്പിൻ്റെ ട്യൂബ് കറക്റ്റായിരിക്കും. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്താൽ വെച്ചാൽ ഇതിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് മടങ്ങിക്കഴിഞ്ഞാലും കറക്റ്റായിട്ട് വർക്കിംഗ് ആയില്ല. അപ്പോൾ എയർ ഫ്ലോ നമുക്ക് എപ്പോഴും സെൻസ് ചെയ്യണം, എയറിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് സെൻസ് ചെയ്യണം. ആ സെൻസ് ചെയ്യാനുള്ള ഫിൽറ്ററാണ് വരുന്നത്. ഈ ഫിൽറ്റർ പിന്നെ ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇത് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഇഷ്യൂ വരും. ഇതിന് ഫോൾട്ട് വരാൻ ആകെ ചാൻസ് കുറവാണ്, ഇതിലാണ് കൂടുതലായിട്ടും ഫോൾട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫിൽറ്റർ ഇതിനകത്ത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും പറയാം, അതെന്തായാലും നല്ലോണം വീക്കായിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ സസ്പെൻഷൻ വർക്കൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് സസ്പെൻഷൻ വലിയ കുഴപ്പമില്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ബുഷ് കിറ്റുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷോക്ക് മൗണ്ടും അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് ഇതിനകത്ത് ഉണ്ട്. അതുപോലെ ബാക്കിൽ ഷോക്കും കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ സ്റ്റാർ ജോയിൻറ്റ് ഫ്രണ്ടും ബാക്കിലും നല്ലൊരു അടി വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. കൊട്ടേഷൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ളത് എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, ഫ്രണ്ട് ഷോക്ക് മൗണ്ട്, റിയർ ഷോക്ക്, ഡിസ്ക് റോട്ടർ, സ്റ്റാർ ജോയിൻറ്റ്, ക്ലച്ച് സെറ്റ്, റിലീസിംഗ് ബെയറിങ്, അതുപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ ബുഷ്, എഞ്ചിൻ ഗ്യാസ് ഫിൽറ്റർ. ഇത്രയും അപ്രൂവലാണ് നമുക്ക് കംപ്ലയിൻ്റ് ഉള്ളത്. പക്ഷേ കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും സ്റ്റാർ ജോയിൻറ്റും അതേപോലെ തന്നെ ഗ്യാസ് ഫിൽറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മാറാനുള്ളത്. ഗ്യാസ് ഫിൽറ്റർ മാറുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഫീൽ നമുക്ക് അനുഭവപ്പെടും. എന്തായാലും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പാർട്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും. എഞ്ചിൻ മൗണ്ട് വിത്തൗട്ട് ബ്രാക്കറ്റാണ്. രണ്ട് റേറ്റിൽ വരും. വിത്ത് ബ്രാക്കറ്റോട് കൂടിയിട്ടാണ് മൗണ്ട് വരുന്നുണ്ടെങ്കിൽ 4,000 ചില്ലാൻ രൂപയോളം നമുക്ക് റേറ്റ് വരുന്നുണ്ട്. വിത്തൗട്ട് ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 3,267. അപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റ് കണ്ടിട്ട് എഞ്ചിൻ മൗണ്ടിന് ആ ഒരു റേറ്റ് ആണെന്ന് കൺഫേം ആക്കണ്ട. ബ്രാക്കറ്റ് നമ്മൾ മാറുകയാണ്. ഇതിൻ്റെ മുകളിലൊരു മെറ്റലിൻ്റെ ബ്രാക്കറ്റ് വരും ഈ ഭാഗത്തായിട്ട്, ഇവിടെ ആയിട്ട്. ആ മെറ്റൽ ബ്രാക്കറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. 4,000 ചില്ലാൻ രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഒറിജിനൽ 2 മൗണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് മൗണ്ട് പിന്നെ എല്ലാത്തിനും സെയിം തന്നെയാണ്. 3,267 രൂപ ഗിയർ ബോക്സ് മൗണ്ട് വരുന്നുണ്ട്. അത് നമ്മളിതിന് അത് എഞ്ചിൻ മൗണ്ട്. ഗിയർ ബോക്സ് മൗണ്ടിന് ഇതിൽ വന്നിരിക്കുന്ന 3 എഞ്ചിൻ മൗണ്ടാണ്. അപ്പോൾ നമ്മളൊന്ന് മാറ്റിയിട്ട് ഒരു ഗിയർ ബോക്സ് മൗണ്ടും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. ഗിയർ ബോക്സ് മൗണ്ടിന് നമുക്ക് 1,400 ചില്ലാൻ രൂപ എന്താ റേറ്റ് വരുന്നുള്ളൂ. ഇത് വന്നിരിക്കുന്ന 3 എഞ്ചിൻ മൗണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗിയർ ബോക്സ് മൗണ്ട് കൂടെ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും മാറ്റാം. പിന്നെ വേറെ സസ്പെൻഷൻ സൈഡ്, അതുപോലെ ബ്രേക്ക്, ലെഫ്റ്റ് സൈഡ് ബ്രേക്കിന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നോക്കാം. നമുക്ക് സാധാ നോർമൽ വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും. ഇൻ്റർകൂളർ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഹോസ് കാര്യങ്ങളൊക്കെ അഴിച്ചാൽ മാത്രമേ നമുക്ക് മൗണ്ട് അഴിച്ചു മാറ്റാൻ പറ്റും. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം നമുക്ക് പണി ഉണ്ടാവും. നമുക്ക് എന്തായാലും ഈ മോഡൽ വണ്ടി ഏകദേശം ഒരു 5 വർഷമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഗിയർ ബോക്സ് മൗണ്ടും ഇതുപോലെ എൻജിൻ റബ്ബർ പാർട്സുകൾ നമുക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഓടിക്കാൻ ഒരു കംഫർട്ടും അതുപോലെ തന്നെ സുഖം ഉണ്ടാവും. ഇല്ലാത്ത പക്ഷം ഒരു റഫ്നെസ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു പുതുമ വണ്ടിയുടെ ഒരു ഫീലിങ്സ് ഇല്ല. ഈ സർവീസ് പാർട്സുകൾ കംപ്ലീറ്റും എല്ലാ സർവീസിലും നമുക്ക് മാറ്റേണ്ടത് എന്താണ്, അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൊയോട്ടയുടെ വണ്ടിക്ക് നമുക്ക് ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണോ വണ്ടി ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അതാണ് ടൊയോട്ടയുടെ ഒരു മെയിൻ പ്രത്യേകത. എന്താ വെച്ചാൽ എൻജിൻ അത്രത്തോളം കംഫർട്ടാണ് നമുക്ക് ഓടിക്കാനായിട്ട്. അത് എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയാലും സർവീസ് മെയിൻ്റനൻസ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ അത് പക്കയായിരിക്കും. അതെല്ലാ സർവീസിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ വരാൻ സാധ്യത കൂടുതൽ. എന്തായാലും നമ്മൾ അഴിക്കുന്നുണ്ട് എഞ്ചിൻ മൗണ്ട്. അതേപോലെ എഞ്ചിൻ മൗണ്ട് ഗിയർ ബോക്സ് കൊണ്ട് മാറുമ്പോൾ എപ്പോഴും ഒറിജിനൽ തന്നെ ഇടാൻ നോക്കുക. അതേപോലെ രണ്ടും ഒരുമിച്ച് മാറാൻ നോക്കുക. എഞ്ചിൻ മൗണ്ട് മാറ്റി പിന്നെ സമയത്ത് ഗിയർ ബോക്സ് മൗണ്ട് മാറ്റി അങ്ങനെ വെക്കാതെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും ഒറിജിനൽ ഒരുപോലെ ഒപ്പം മാറ്റിയാലേ അത് നമുക്ക് കംഫർട്ട് ആവുള്ളൂ ഓടിക്കാനായിട്ട്.
നമ്മൾ ടർബോൻ്റെ ആ ഹോസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എൻജിൻ മൗണ്ട് കാര്യങ്ങൾ അയക്കാം. ടൊയോട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഒരു മെക്കാനിക്കലി ഫ്രണ്ട്ലി ആണ്. എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ അഴിക്കാനും ഇടാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഏതും ഒരു ടഫായിട്ടുള്ളത് ഉണ്ടാവില്ല. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നതല്ലാതെ ഒരു ടഫ് ഫീൽ നമുക്ക് ഉണ്ടാവില്ല. വണ്ടി മെക്കാനിക്കൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് അഴിച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കാണുന്ന രീതിയിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. 1-2 സാധനങ്ങൾ അഴിച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതേപോലെ നമുക്ക് വേറെയുള്ള മറ്റുള്ള GM അങ്ങനെയുള്ള വണ്ടി, ഫോർഡ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എൻജിൻ മൗണ്ട് അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പല സാധനങ്ങൾ അഴിച്ച് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലങ്ങനെയല്ല. നമുക്ക് കുറച്ചുകൂടെ മെക്കാനിക്കലി ഫ്രണ്ട്ലി ആണ് നമുക്ക് ടൊയോട്ടയുടെ വണ്ടികൾ. പെട്ടെന്ന് തന്നെ അഴിച്ച് മാറ്റി നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. എൻ്റെ എൻജിൻ മൗണ്ട് അഴിച്ചിട്ടുണ്ട്. മൗണ്ട് ഇതുണ്ടല്ലേ കംപ്ലീറ്റ് വിൻഡ്. ഇത് നമുക്ക് വണ്ടിയിൽ നിൽക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇത്രത്തോളം വീക്കായിട്ടുണ്ടോ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. അതുമാത്രമല്ല ഹാർഡായിട്ട് കണ്ടില്ലേ അതിൻ്റെ റബ്ബർ പാർട്ടൊക്കെ വിണ്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം മൗണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോഡി വൈബ്രേഷൻ ഫുള്ളായിട്ട് എൻജിൻ വൈബ്രേഷൻ ഫുള്ളായിട്ട് നമുക്ക് ബോഡിയിലേക്ക് വരും. അപ്പോൾ നമ്മളെന്തായാലും ഇത് മാറ്റുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി നിൽക്കുകയാണ്. വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിലും ഇപ്പോൾ നമ്മൾ മാറ്റി ഇനിയിപ്പോൾ ബോൾട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് മൗണ്ടും കൂടെ മാറ്റാം. അതിന് കൂടെ തന്നെ സ്റ്റാർ ജോയിൻ്റ് അഴിച്ചിട്ടില്ല. അഴിച്ചതിന് ശേഷം അതും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ ഗ്യാസ് ഫിൽറ്റർ ഉണ്ട് അതും മാറ്റിയിട്ടുണ്ട്. അതേപോലെ സ്റ്റാർ ജോയിൻറ്റ് 2 മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിങ്ങും നമ്മളൊരു പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വണ്ടി മറ്റേ ഇന്നോവ പുള്ളിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ ഗ്യാസ് ഫിൽറ്റർ നോക്കുക. ഗ്യാസ് ഫിൽറ്റർ അഴിച്ചിട്ട് അതിൻ്റെ ഒരു വശം അടച്ചിട്ട് ഒരു വശത്തിൽ കൂടെ നമ്മുടെ കാർബറേറ്റർ സ്പ്രേയോ അങ്ങനെയുള്ള സാധനങ്ങൾ, ത്രോട്ടിൽ ബോഡി ക്ലീനർ അങ്ങനെയുള്ള സാധനം വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നോക്കുക. അപ്പോൾ എവിടെയെങ്കിലും വിള്ളിച്ചോ എന്തെങ്കിലും എയർ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിള്ളിച്ചിൽ കൂടെ ഈ സാധനം അങ്ങ് തള്ളും. ആ തള്ളുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് മാറ്റേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെയാണ് നമുക്ക് ഈ ഡീസലിൻ്റെ അളവും എയറിൻ്റെ റേഷ്യോ ഒക്കെ കണക്കാക്കുന്നതെല്ലാം. അത് മാറ്റിയാൽ തന്നെ പുള്ളിങ്ങിൻ്റെ പ്രശ്നം സോൾവ് ആവും. ഏകദേശം കുറേ വണ്ടികളൊക്കെ നമുക്കിങ്ങനെ പുള്ളിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നുണ്ട്. ആ പുള്ളിങ്ങിൻ്റെ പ്രശ്നം മെയിനായിട്ട് വരുന്നത് ഈ ഒരു സംഭവമാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ തന്നെ മാറ്റിയാൽ മതി. ഇപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ എന്താ പറയുക, ചില ആൾക്കാരൊക്കെ ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം അങ്ങനെയുള്ള സൈഡിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, എന്താണ് വണ്ടി കൊണ്ടുവരട്ടെ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീസൽ അടിച്ച് അവിടെ നിന്ന് ഇതുവരെ എത്തേണ്ട ഒരൊറ്റ ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ആ ഒരു ഫിൽറ്റർ മാറ്റി വിട്ടാൽ മതി. മാറ്റി കഴിഞ്ഞാൽ ശരിയാകും. അത്യാവശ്യം ആരും അതങ്ങനെ ശ്രദ്ധിക്കില്ല. ആ ശ്രദ്ധിക്കാത്ത വശമാണ് നമുക്ക് ഈ കംപ്ലയിൻറ്റ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് റെഗുലറായി ചെയ്യുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വണ്ടി ഓടിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് പുള്ളിങ് എത്രത്തോളം ഉണ്ട്, കുറവുണ്ടോ അതോ പുള്ളിങ് നോർമലാണോ എന്നുള്ളത് തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് നോക്കിയാൽ തന്നെ വണ്ടി ഓടിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിനും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. പിന്നെ എൻജിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറിയതിൻ്റെ ഒരു വൈബ്രേഷൻ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ കുറേ സൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റിൻ്റെ സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഡോർ പാഡിൽ നല്ല സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ട്. ഫുൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ആ ഒരു വർക്കും ഇപ്പോൾ ടൈമും ഇത്രയായി ഏകദേശം. അപ്പോൾ നമുക്ക് വണ്ടിയിലൊക്കെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. അതൊക്കെ വണ്ടി നമുക്ക് വിട്ടു തന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷം ചെറിയ കാര്യങ്ങൾ നമുക്ക് പെൻഡിങ്ങിൽ വെക്കേണ്ടി വരും. അപ്പോൾ ചെയ്ത കാര്യത്തിൽ കറക്റ്റ് പക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു 1000 RPM പിടിച്ച് നോക്കിയാൽ മതി. ആ വൈബ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബോഡി കിടന്ന് നല്ലോണം പറയും. ഇതിപ്പോൾ ഒരു 1000 RPM ഇതിങ്ങനെ കറക്റ്റ് 1000 RPM മേലെ കയറി കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ കിട്ടില്ല. ഒരു 1000 RPM കറക്റ്റ് പിടിക്കുമ്പോൾ നല്ലൊരു മൂളിച്ച് വരും. പക്ഷേ നേരത്തെ നല്ലൊരു മൂളിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി സൈലൻ്റ് ആണ്. ആ നമ്മൾ ചെയ്ത ഭാഗത്തുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ഫിനിഷാണ്. ഇപ്പോൾ ഇതിൽ സ്റ്റാർ ജോയിൻറ്റ് 2 സ്റ്റാർ ജോയിൻറ്റ് അതുപോലെ തന്നെ നല്ല ഷേക്ക് ആയിട്ടുണ്ട്. ഷേക്കായി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തുരുമ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വണ്ടി ഇനിഷ്യലിൽ നമ്മൾ അങ്ങനെ എടുത്ത് പോകുമ്പോൾ ഭയങ്കര കുടച്ചലായിരിക്കും വണ്ടി. ആ കുടച്ചലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാർ ജോയിൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഈ വൈബ്രേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും. ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് കൂടുതലും അതിൽ വരുന്നത്. അതിലും ബെയറിങ്ങൾ 3 ബെയറിങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അതിലും എന്തെങ്കിലും ഒന്ന് ഗ്രീസില്ലായോ എന്തെങ്കിലും തുരുമ്പിൻ്റെ അംശം
വൈബ്രേഷൻ കയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതും വൈബ്രേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിലും ഇന്നോവയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിയർ വീൽ ഡ്രൈവുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർ ജോയിൻറ്റ് പോകുമ്പോഴാണ് കൂടുതലും വൈബ്രേഷൻ വരിക. അപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ വരുന്നതിന് മുന്നേ ഒന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റും. അത് വാട്സപ്പ് കോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഈസി ആവുള്ളൂ ഹാൻഡിൽ ചെയ്യാനായിട്ട്. കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിനെ പയ്യനായിരിക്കും എടുക്കുക. പക്ഷേ വന്ന് പറഞ്ഞാലും എനിക്ക് അത് അത്ര പെട്ടെന്ന് എനിക്ക് റിട്ടേൺ കോൾ ചെയ്ത് പറഞ്ഞു തരാനുള്ളൊരു സമയക്കുറവ് കൊണ്ടാണ് കുറേ ആൾക്കാരുടെ കോൾ എനിക്ക് റിട്ടേൺ വിളിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ 7356101288 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചാൽ ഒരു സമയം ഇന്നല്ലെങ്കിലും നാളെതാണെങ്കിലും അതിൻ്റെ റിപ്ലൈ ഞാൻ തന്നിരിക്കും, കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ചിലതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. എല്ലാവർക്കും നല്ലോണം സഹായിക്കണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്കത് ഒരുപാട് കോളും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. മാക്സിമം ട്രൈ ചെയ്യുക. എന്താ പറയുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളാണ് നമുക്ക് കൂടുതലും കംപ്ലയിൻറ്റ് കമ്പനിയിൽ പോലും കൊടുത്തിട്ട് ശരിയാവത്തി. ഇപ്പോൾ ഇതിൻ്റെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിൽ വീൽ ബാരിങ് പുറത്ത് മാറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ABSൻ്റെ എന്തോ ഒരു ഹണിങ് ലൈറ്റ് വന്നിട്ട് അവർ ABSൻ്റെ സെൻസറും കൂടെ വയറും കൂടെ മാറ്റിയിട്ടുണ്ട്. ആ വയർ മാറ്റേണ്ട ആവശ്യമില്ല. ഇന്നോവയ്ക്കൊന്നും ABSൻ്റെ സെൻസർ പോകൽ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ സെൻസറും കൂടെ മാറ്റിയിട്ടുണ്ട്. അത് എന്തിനു മാറ്റി എന്നുള്ള കാര്യം അറിയില്ല. ചിലപ്പോൾ ഈ ഹബ്ബ് അഴിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓറിങ് കറക്റ്റ് സീറ്റിങ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻസിങ് കറക്റ്റ് ആയില്ല. ഓറിങ് എന്ന് പറഞ്ഞാൽ ഒരു 1 mm ആണ് കേട്ടോ. 1 mm കറക്റ്റ് സീറ്റിംഗ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABSൻ്റെ സെൻസിങ് ആവില്ല, ആ വീലിൽ സെൻസ് ആവും. പക്ഷേ റീഡിങ് പല രീതിയിലേക്കായിരിക്കും പോകുന്നത്. ആ സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പെഡലിൽ ബ്രറെന്നൊരു സൗണ്ട് വരും, ABS വർക്ക് ചെയ്യുന്ന സൗണ്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, പലപ്പോഴും സ്കാൻ ചെയ്ത് നോക്കുമ്പോഴും കംപ്ലയിൻറ്റ് കിട്ടുന്നത് ഇന്ന സെൻസർ കംപ്ലയിൻറ്റ് ഫോൾട്ടാണ്, റീഡിങ് കറക്റ്റാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റ് വരും. നേരെ പിടിച്ച് സെൻസർ മാറും. അങ്ങനെയാണ് പതിവ് ചെയ്യാറ്. അപ്പോൾ അതും സെൻസറിൻ്റെ ഫോൾട്ട് അല്ല വരുന്നത്, നമുക്ക് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇടാത്തത് കൊണ്ടാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബെയറിങ് സെറ്റ് ചെയ്യുമ്പോൾ അതെന്തോ ആയിട്ടാണ് സെൻസർ മാറിയേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സർവീസ് ഇവിടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ വർക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും കൊണ്ടുവരാം. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു തരും. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇട്ട് തരണം. ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ വണ്ടി തരുന്നത് പോലെ തന്നെ വരണം, എന്നാലേ നമുക്കത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണോ ആ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്ത് വണ്ടി കയ്യിൽ തരാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷേ നമുക്കത് അരകുറയായിട്ട് നമുക്ക് വണ്ടി കയ്യിൽ തരേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ എനിക്കും തൃപ്തി ഉണ്ടാവില്ല, കൊണ്ടുപോകുന്ന നിങ്ങൾക്കും തൃപ്തി ഉണ്ടാവില്ല. വണ്ടി കയ്യിൽ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൾട്ട്, നിങ്ങൾക്ക് എന്താണോ അനുഭവിക്കുന്ന വണ്ടിയിൽ എന്താണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് കയ്യിൽ വണ്ടി തരാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്കത് തൊട്ടും തൊട്ടില്ല എന്നുള്ളൊരു വർക്കാവും. ഇതിപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സാധനം കംപ്ലയിൻ്റ് ആയി, അപ്പോൾ അത് മാത്രം നമുക്ക് മാറിയതുകൊണ്ടായില്ല. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും കംപ്ലയിൻറ്റ്. പക്ഷേ ഈ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ട് മാത്രം മാറിയപ്പോൾ വേറെയും കുറേ വർക്കുകളുണ്ട് ഇതിനകത്ത്. ഡോർ പാഡുകൾ സൗണ്ട് ഉണ്ടായിച്ച് ഫോമൊക്കെ വെച്ച് എല്ലാം ക്ലിയർ ആക്കണം, സീറ്റ് ബോൾട്ടുകളെല്ലാം ഇതാക്കണം, ഇൻസുലേഷൻ ചെയ്യണം. അതിനൊരു 2-3-4 മണിക്കൂർ പണിയുണ്ട് അതിനകത്ത്. അപ്പോൾ അതും കൂടി നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതും കൂടെ ക്ലിയർ ആവുള്ളൂ. അതും കൂടെ ക്ലിയർ ആയാൽ വണ്ടി 100% പൂർത്തിയാവുള്ളൂ. നമുക്ക് ഇത്രയും വർക്ക് ചെയ്തതിന് ഒരു എമൗണ്ട് ഇറക്കിയതിന് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അവർക്കൊരു ഫീലിംഗ്, കസ്റ്റമർക്കൊരു ഫീലിംഗ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ ഒരു തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം. സമയം തന്നാലേ നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് തിരിച്ച് വണ്ടി ഇത്രയും ലോങ് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് വന്ന് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു തൃപ്തി മനസ്സിനകത്ത് ഉണ്ടാവുള്ളൂ. ഇല്ലാത്ത പക്ഷം എന്താ പറയുക, അവർക്ക് ആ ഒരു കംപ്ലയിൻറ്റ് മാത്രം സോൾവ് ആവും. പക്ഷേ നമ്മുടെ കണ്ണിൽ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സമയം വേണം. അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മുടെ കയ്യിൽ വണ്ടി കൊണ്ടുവരുന്ന തരികയാണെന്നുണ്ടെങ്കിൽ ടൈം തരിക, ടൈം തന്ന് കംപ്ലയിൻറ്റ് പറയാതെ ടൈം തരിക. ബാക്കി ഞാൻ നോക്കിക്കോളുണ്ട്, ക്ലിയർ ആക്കിയിട്ട് പക്കയാക്കിയിട്ട് തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വർക്കുകളൊക്കെ വന്നിട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട്ട് നിന്ന് അവിടെ നിന്ന് ഇത് അല്ല ഇനിയിപ്പോൾ വേറെ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതുവരെ എത്തുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടുകയാണെങ്കിൽ ഓടിച്ചൊക്കെ നോക്കി അത് ക്ലിയർ ആക്കി എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിന് തൃപ്തി വന്ന് നമുക്ക് വണ്ടി കൊടുക്കുമ്പോൾ നമുക്കും അത് മനസ്സിനകത്ത് തൃപ്തിയാണ് കൊടുക്കുന്നതിൽ നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തു എന്നുള്ളത്. ഇല്ലാത്ത പക്ഷമൊക്കെ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.